നമസ്കാരം. നാട്ടിലുള്ളത് ഞങ്ങൾ ഇന്ന് കണ്ണൂർ ജില്ലയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു കിടിലൻ വാട്ടർഫാൾ ഉണ്ട്. ആലക്കോടിൻ്റെ അടുത്താണ്. അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകാനുണ്ട്. ഞങ്ങളുടെ നാടായ നർക്കിലക്കാടാണ് ഉള്ളത്. ഇവിടുന്ന് ഒരു നല്ലൊരു വ്യൂ ഉണ്ട്. ഇപ്പം ഇവിടെ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് നല്ല രീതിയിൽ മരങ്ങളൊക്കെ വന്നതുകൊണ്ട് ഈ ഒരു വ്യൂ കാണുന്നില്ല. ഇവിടെ കണ്ടതാ ആ ഒരു ഭാഗത്തൊക്കെ മഴ ഓൾറെഡി പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടല്ലോ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഈ ഒരു മഴ സമയത്ത് മാത്രമേ ആ ഒരു സ്ഥലത്ത് പോയിട്ട് കാര്യമില്ല. കാപ്പിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ല വെള്ളച്ചാട്ടുണ്ട്. മഴ സമയത്ത് ഇന്നലെ നല്ല മഴയുണ്ടായി. ഇപ്പൊ തന്നെ നോക്കിയാ ആകാശം നോക്കിയാ മൊത്തം മേഘാവൃതമായിട്ടാണുള്ളത്. കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. റെയിൻകോട്ട് ഓൾറെഡി ഉണ്ട്. കാരണം ഇതില്ലാണ്ട് നമുക്ക് പോകാൻ പറ്റില്ലോ. നമ്മുടെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഇപ്പൊ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരു മഴക്കാലത്തെ കാഴ്ചകളാണ്. ഈ ഒരു റൂട്ട് നർക്കിലക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ചിറ്റാരിക്കാലിലേക്ക് പോകുന്ന ഒരു വഴിയാണ്. ഈ ഒരു പ്രദേശത്തൊക്കെ കൂടുതലായിട്ടും ഉരുള് പൊട്ടുന്നുണ്ട്. മഴക്കാലത്ത് എല്ലാ കൊല്ലം ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊക്കെ ഉരുള് പൊട്ടാറുണ്ട്. ഇനിയിപ്പം ഒരു 4 കിലോമീറ്റർ പോയാൽ ചിറ്റാരിക്കാൽ എന്ന് പറഞ്ഞൊരു ടൗണിലെത്തും. നമ്മൾ ഇത്ര നേരം വന്നത് കാസർഗോഡ് ജില്ല വഴിയാണ്. ഇനിയിപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ചെറുപുഴ പാലം. ഇത് നമ്മുടെ തേജസ്വിനി പുഴ അല്ലെങ്കിൽ കാര്യങ്കോട് പുഴ. ഈ ഒരു പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തുള്ളത് കണ്ണൂർ ജില്ല. നമുക്കിനി വലത്തേക്കാണ് പോകേണ്ടത്. ഇവിടുന്ന് ഇടത്തേക്കുള്ള റോഡ് പുളിങ്ങോം, ജോസ്ഗിരി, രാജഗിരി എന്ന ഒരു ഭാഗത്തേക്ക്. കണ്ണൂർ ജില്ലേൻ്റെ പ്രധാനപ്പെട്ട മലയോര ഭാഗങ്ങളാണ്. ഈ റോഡ് നേരെ പോകുന്നത് പയ്യന്നൂരേക്കാണ്. നമുക്ക് നേരെ പയ്യന്നൂരേക്കല്ല പോകാനുള്ളത്. അവിടുന്ന് ചെറുപുഴ ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തെറ്റാണ്ട് നേരെ ആലക്കോട് റോഡ്. ഇവിടെ മുതൽ തന്നെ ചെറുപുഴ ടൗൺ തുടങ്ങി. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മലയോര ടൗണുകളിൽ ഒന്നാണിത് ചെറുപുഴ. ഈ റോഡ് നേരെ പോകുന്നത് പെരിങ്ങോം, മാത്തിൽ, പയ്യന്നൂർ. നമുക്കിവിടുന്ന് നേരെ ഇടത് ഭാഗത്തേക്ക് ആലക്കോട്. ഈ ഒരു വഴി. ചെറുപുഴ ടൗൺ കഴിഞ്ഞ ഉടനെ തന്നെയാണ് അയ്യപ്പ ക്ഷേത്രം ഉള്ളത്. ചെറുപുഴ അയ്യപ്പ ടെമ്പിൾ. നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് അരങ്ങം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തിയിരിക്കുകയാണ്. അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഈ ഒരു ഭാഗത്തേക്കുള്ളത്. ഇനിയിപ്പം ആലക്കോടേക്ക് 1 കിലോമീറ്റർ ഉള്ളത്. ഇപ്പം നേരെ ഈ റോഡ് വഴി തന്നെയാണ് നമുക്ക് പോകാനുള്ള. കാപ്പിമല വാട്ടർഫാളിലേക്ക് ആലക്കോട് നിന്ന് 7 കിലോമീറ്റർ ഉണ്ട്. മഴ ഇപ്പം ചെറുതായിട്ടുണ്ട്. അത്ര ഈ ഒരു ബസ് പോകുന്നതോ തളിപ്പറമ്പ്. അങ്ങനെ ആലക്കോട് ടൗണിലെത്തി നമ്മുടെ വണ്ടി. ഇപ്പം ഇവിടുന്ന് ഇടത് ഭാഗത്തേക്ക് നമുക്കൊരു കുഞ്ഞു റോഡ് വഴിയാണ് പോകേണ്ടത്. ഒരു 7 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് കാപ്പിമലയിലേക്ക്. പിന്നെ ഈ നേരെ പോകുന്ന വഴി നേരെ പോകുന്നത് ഇനി ഇരിട്ടി, അങ്ങനെ കരുവഞ്ചാൽ, നമുക്ക് നേരെ കൊട്ടിയൂരേക്കെല്ലാം പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് മെയിനായിട്ടുള്ള മലയോര ഹൈവേൻ്റെ ഭാഗം തന്നെ. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ബസ്സുകൾ പോകുന്നുണ്ട് നേരെ ഇരിട്ടി ഭാഗത്തേക്കെല്ലാം. അത്യാവശ്യം വലിയ ടൗൺ തന്നെയാണ്. ചെറുപുഴേനെ പോലെ അത്ര ഇല്ലെങ്കിലും ആലക്കോട് വലിയ ടൗൺ തന്നെയാണ്. ഇപ്പം മഴ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എത്താനായി, റോഡെത്താനായി. ഇടത് ഭാഗത്തേക്ക് ഒരു കുഞ്ഞു റോഡ് പോകാനുണ്ട്. ബസ് സ്റ്റോപ്പൊക്കെ മുന്നിലാണ്. ബസ് സ്റ്റോപ്പൊക്കെ മുന്നിലാണ് വരുന്നത്. ഇത് തന്നെ റോഡ്. ഇനി അങ്ങോട്ടേക്കുള്ള റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ ഞങ്ങൾ 2 വർഷം മുന്നെയാണ് വന്നത് ഈ റൂട്ട് വഴി. അന്നേരമെല്ലാം ഭയങ്കര മോശം ഉണ്ടായത്. കാരണം മൊത്തം കട്ടറാണ് ഉണ്ടായത്. കേറുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചു. എന്തൊരു മനോഹരമായിട്ടുള്ള പ്രദേശമാണെന്ന് നോക്കിയേ. ഇവിടെ വാട്ടർഫാളൊക്കെ വരുന്നത് അങ്ങ് ആ ഒരു വലിയൊരു മലയിൽ അവിടെ എവിടെയോ ആണ്. ഇനി ഒരു 4 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് കാണുന്ന ഓരോരോ കാഴ്ചകളാണിത്. അങ്ങ് മലയുടെ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇത് നേരെ എന്നിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകി പോവുക. നല്ല ശബ്ദമാണ്. അങ്ങനെ പോയി ആ ഒരു മലേൻ്റെ ഇടുക്ക് വഴി അങ്ങ് ഒഴുകിപ്പോവും. നമ്മൾ ഈ ഒരു ഭാഗത്തായി ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ടോട്ടലി അധികമൊന്നും ആൾക്കാരൊന്നുമില്ല. പക്ഷേ ഈ ഒരു സമയത്ത് ഇപ്പോൾ ഒരുപാട് വണ്ടികൾ, 2 വീലേഴ്സ് പോയിട്ടുണ്ട്. ഇവർ നമ്മുടെ ആ ഒരു വാട്ടർഫാൾ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും. നോക്കാം നമുക്ക്.
ഈ ഒരു വഴിയാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് വന്നത്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലെത്തി. ഇനിയിപ്പോൾ നേരെ ഇവിടുന്ന് ഈ കാണുന്ന വഴിയില്ലേ, ഇതുവഴിയാണ് നമുക്കിനിപ്പോൾ വാട്ടർഫാളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് കാപ്പിമല തന്നെയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു കാപ്പിമലയിലേക്ക് ഒരു ബസ്സൊക്കെ വരുന്നുണ്ട്. കാഞ്ഞങ്ങാടേക്ക് വന്നു, കാപ്പിമല കാഞ്ഞങ്ങാട് KSRTC. അത് രാവിലെ നമ്മുടെ വഴി അതുവഴി കടന്നു പോകും. അതുപോലെ തന്നെ വൈകുന്നേരം കാഞ്ഞങ്ങാട് തിരിച്ചിങ്ങോട്ടേക്കും ഇവിടെയാണ് തോന്നുന്നു നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു വഴി ഉണ്ടോ, ഈ വഴി കുറച്ച് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാപ്പിമല കുഞ്ഞൊരു ടൗൺ ഉണ്ട്. ടൗൺ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ചായക്കടയും കുറച്ച് സംഭവങ്ങളില്ല, അവിടെ എത്തും. ഈ പറയുന്ന ഇവിടുന്ന് 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നമ്മൾ ട്രക്കൊക്കെ ചെയ്ത് പോകുന്ന പൈതൽമല എത്തും. പൈതൽമലയ്ക്ക് എനിക്കൊന്ന് 2 പ്രവേശന സ്ഥലങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നത്. അതിലൊന്നാണ് ഈ വഴി പോയാലുള്ളത്. അതായത് നമ്മൾ ഫസ്റ്റ് തവണ പൈതൽമല പോയപ്പോൾ ഇതുവഴിയാണ് കയറിപ്പോയത്. പൈതൽമല അടിപൊളി ട്രക്ക് ചെയ്ത് കൊണ്ട് കിടില സ്പോട്ട് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അട്ട കടിക്കും. എനിക്ക് ആ സമയത്ത് പോയ സമയത്ത് കാക്കൊക്കെ നല്ല രീതിയിൽ അട്ട കടിച്ച് ബ്ലഡൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അല്ല, അട്ട കടിച്ച കുഴപ്പമില്ല. അതെ അതെ അതെ. പിന്നെ ഇവിടെ തന്നെ ഒരു കുരിശൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഇത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല മഴ വീണ്ടും വരുന്നു നവി, എന്ത് ചെയ്യാം, കൊടയൊക്കെ ഇല്ല, അതുകൊണ്ട് പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഇപ്പൊ എത്രത്തോളം ആൾക്കാരുണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. എന്തായാലും നമ്മള് ഇത് ഇട്ടിട്ട് തന്നെ പോവാല്ലേ, പോവാം. അതെ, ഇവിടെ ഇതാണ് കാപ്പിമല വാട്ടർഫാളിന്റെ ചെറിയൊരു പിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൽ. ഇത് നേരെ ഇതുവഴി ചെറിയ റോഡാണ് കേട്ടോ. ഇത് കട്ട് റോഡൊന്നല്ല കേട്ടോ, അല്ല, നല്ല വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. പോകുന്ന വഴിക്ക് തന്നെ ഉണ്ട്. പിന്നെ ചെറിയ എന്താ പറയാ, വാട്ടർ ക്രോസിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ചെറിയ അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. മഴയായിരുന്നു, ഇത് നല്ല രാവിലെ മുതൽ നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് മഴക്ക് എന്താ പറയാ ഒരു ശമനം കിട്ടിയത്. ചെറിയൊരു വാട്ടർ ക്രോസിംഗ്. ഇതൊക്കെ എന്തിനാ ഈ മുഴുന്നതാ, വെള്ളം ഒഴുകി വരുന്നുണ്ടാ. എൻ്റെ അമ്മോ, നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിലുണ്ട് കേട്ടോ. മുന്നിൽ കാണുന്ന മലയിലാണ് നമ്മുടെ വാട്ടർഫാൾ ഉള്ളത്. ഇത് നേരത്തെ കണ്ടതിനെക്കാട്ടും കുറച്ച് വലുതാണ്. നല്ല വെള്ളമുണ്ട്. ഇവിടുന്ന് കഴുകാം, നല്ല രസമാണ്. വണ്ടിയൊക്കെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ. അതെ അതെ അതെ, അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെ കേട്ടാ. നല്ല കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ഒഴുകി അങ്ങ് പോയി. അങ്ങ് ഇവിടെ കാണുന്നില്ലേ, അതാണ് നമ്മുടെ വാട്ടർഫാള്. നല്ല വെള്ളമുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉയരത്തു തന്നെയാണ് ഇത് വരുന്നത്. നമുക്കിനിപ്പോൾ ഈ ഒരു കാണുന്ന വഴിയാണ് പോകാനുള്ളത്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു റൈറ്റിലേക്ക് തെറ്റാനുണ്ട്. കാപ്പിമല വെള്ളച്ചാട്ടം 250 മീറ്റർ. പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങും ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. കോൺക്രീറ്റ് ചെയ്തു, നല്ല വഴിയാക്കി. ക്രോസിംഗ് ഒന്നും ചെയ്യണ്ട. റോഡിന്റെ അവസ്ഥ മെറ്റലാണ്. ഏറെക്കുറെ മാറിയിട്ടുണ്ട്. നേരത്തെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞില്ല, അതാ കീറുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവില്ല കേട്ടോ. കോൺക്രീറ്റ് ഒന്നും അല്ല. ഇവിടെ നോക്കണേ, ഇത് സ്ലിപ്പ് ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. അല്ല, 250 മീറ്റർ അല്ലേ പോകാനുള്ളൂ. അവിടെ പാർക്കിംഗ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ ഫീസൊക്കെ ഉണ്ട്, എൻട്രി ഇതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇവിടുന്ന് കണ്ട നമ്മുടെ വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ബ്യൂട്ടി. ഇത്രയും ഹൈറ്റിൽ നിന്നാണ് ഇത് വരുന്നത്. ഇനിയിപ്പം അവിടം വരെ നടന്നെത്തണം. ആ ഒരു കാണുന്ന ഭാഗം വരെ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. എന്തായാലും വന്നത് നല്ല ടൈമിൽ തന്നെ, നല്ല രീതിയിൽ കാണാമല്ലോ. ഇവിടെയാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഈ വണ്ടി നേരെ താഴോട്ടിറക്കാം. ഇവിടെ പാർക്കിംഗ് ഇനി 2 വീലറിന് 20 രൂപയാണ് കേട്ടോ. പിന്നെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7:30 വരെയാണ് ഇവിടെ നമുക്ക് എൻട്രി ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ തന്നെ ആ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വണ്ടി ഇവിടെ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇനിയിപ്പം ഈ ഒരു കാണുന്ന വഴി നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് പോവാം. വരുന്ന വഴിക്ക് വേണമെങ്കിൽ ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് പോവാം. ഈ വെള്ളച്ചാട്ടം ആ ഒരു വെള്ളമില്ലേ, ഒഴുകി പോകുന്ന വഴി ഇതാണ്. അങ്ങ് നേരെ താഴോട്ട് പോകും. നമ്മൾ ആ വന്ന വഴി കൂടെ തന്നെയാണ് അത് ഒഴുകി പോവുക. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്കിത് മുറിച്ച് കടന്ന് പോകാനൊക്കെ ഉണ്ട് വെള്ളം. നല്ല രസമല്ലേ നടന്നൊക്കെ പോകാൻ. മഴയില്ല കേട്ടോ. ഞങ്ങൾ ഈ ഒരു കോട്ടിൻ്റെ ഇത് മാത്രം ഇട്ടിട്ടുണ്ട്. പാൻറ് അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തോർത്തും കൂടെ കയ്യിൽ കരുതിയിട്ടുണ്ട്. അവിടെ നിന്ന്
മഴ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് മുറിച്ച് കിടക്കുമ്പോൾ നല്ല ഒഴുക്കുണ്ടല്ലോ വെള്ളത്തിന്, അതുകൊണ്ട് തന്നെ ഇവിടെ ഇവർ കയറ് കെട്ടിയിട്ടുണ്ട്. അത് പിടിച്ചിട്ട് നമുക്ക് പോവാം, വേറെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കയറില്ലേ, ഈ കയറ് പിടിച്ച് നമുക്ക് പോവാം. ഒഴുകി പോകുന്നൊക്കെ പേടിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് പോയാൽ മതി. ഇത് ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം. വരൂ വരൂ വരൂ. നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് കേട്ടോ. വീണ്ടും ഒരു ക്രോസ് ചെയ്ത് പോകാനുള്ള ഒരു വഴിയുണ്ട്. ഇവിടെ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇവിടെ ശ്രദ്ധിക്കണം, കുറച്ച് നല്ല ഒഴുക്ക് തന്നെയാണ്. ഇവിടെയും നമുക്ക് ഇതൊക്കെ ഉണ്ട്. ഇവിടെ നല്ല ഹൈറ്റ് തന്നെ വെള്ളമുണ്ട്. നമ്മളെ മുട്ടിൻ്റെ ഒരു ഭാഗം വരെ ഉണ്ട് വെള്ളം. കൊച്ചു കുട്ടികളൊക്കെ കൂട്ടി വരുമ്പം, ഈ ഒരു സമയത്ത് വരുമ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് പിടിച്ചു പോയാൽ മതി. നവിയൊക്കെ വരുന്ന പോലെ. അങ്ങനെ ഞങ്ങൾ ഇക്കരെ എത്തിയിരിക്കുകയാണ്. ഇനി മൊത്തം കയറ്റാണ്. നമുക്ക് ഇനിയിപ്പോൾ ക്രോസ് ചെയ്ത് വരാനൊന്നുമില്ല. ക്രോസ് ചെയ്ത് വരണ്ടല്ലേ കഴിഞ്ഞു. അതിനേക്കാളും വെള്ളമുണ്ട് ഇവിടെ. ഇവിടെ നല്ല വെള്ളമുണ്ട്. ഇപ്പം നേരെ ഇതുവഴി കയറ്റം കയറിയിട്ട് നമുക്കില്ല ഏറ്റവും വലിയ ആശ്വാസം എന്താ അറിയോ, ഈ ഒരു സമയത്ത് മഴയില്ല എന്നുള്ളതാണ്. ഞങ്ങൾ 2019 വന്ന സമയത്ത് നേരെ അങ്ങോട്ടാണ് ഇറങ്ങിപ്പോയത്. ഇപ്പം ഇവിടെ ഒരു ഫ്ലക്സ് ഒക്കെ കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക്. ഇത്രയും കയറുമ്പം തന്നെ ഇവിടെ നിന്ന് കാണുന്നൊരു കാഴ്ചയാണേ. എൻ്റെ പൊന്നോ, ഇതാണ് നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ കാഴ്ചകളൊക്കെ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. പ്രത്യേകിച്ച് മൺസൂൺ ടൈമിൽ എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് അത്ര നമ്മുടെ നാട്ടിൽ. ഈ കാപ്പിമലയിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് മനുവിനും വിഷമകരമായ ഒരു അനുഭവം ഉണ്ടായി. വേറൊന്നുമല്ല, 2022 ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി, ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ വെച്ചിട്ടാണ് വീഡിയോ ഒക്കെ പകർത്തുന്നത്. അന്നാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഗോപ്രോണ് ഉണ്ടായത്. അപ്പോൾ അന്ന് ഞങ്ങളിത് പറത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്ഥലത്ത് എത്തുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗോപ്രോൻ്റെ സംഭവം സ്റ്റക്കായ സമയത്ത് നമ്മൾ അതിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വലിക്കും. അങ്ങനെയാണ് ഗോപ്രോൻ്റെ ആ ഒരു സെറ്റപ്പ് വരുന്നത്. ആ സമയത്ത് മനു അത് ഓക്കെ ആക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ട്രാപ്പ് പോലത്തെ സാധനം അല്ല മനു, ആ സ്ലാപ്പ് പൊട്ടിപ്പോയി. അത് പൊട്ടിപ്പോയി ഞാൻ സ്റ്റക്കായി, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയായി പോയി. ഇനി ഞങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യും? ഞങ്ങളുടെ വേറെ ഫോണൊന്നുമില്ല ഷൂട്ട് ചെയ്യാൻ, ഒന്നുമില്ല, നിവൃത്തികേട് എന്നായി പോയി. ഞങ്ങൾ കരഞ്ഞില്ല എന്നല്ലേ ഉള്ളൂ, അത്രയ്ക്ക് വിഷമമായി. പിന്നെ ഞാൻ എൻ്റെ പഴയ ഫോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ അതിൻ്റെ പേര്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ പിന്നെ താഴെ ഇറങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാറ്ററി വേണം, 3000 രൂപ കണ്ടാന്ന് തോന്നുന്നു ബാറ്ററിക്ക്. അതുപോലെ ഇല്ലല്ലോ ആ സമയത്ത്. അങ്ങനത്തെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഞങ്ങൾ അതൊന്നും ഓർക്കുന്നില്ല. ഇനി ഓർക്കണ്ട, കാലൊക്കെ മാറിയില്ലേ നവി. ഇനിയിപ്പോൾ ഒരു 100 മീറ്ററും കൂടെ ഏകദേശം നടന്ന് എത്താനായി. ഈ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ശബ്ദം, ഇതേ ഒഴുകി പോകുന്ന ആ ഒരു ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ആ ഒരു താഴെ ഭാഗത്തുനിന്നാണ് വന്നത്. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണുന്നുണ്ട്, അവിടെയും കാണുന്നുണ്ട്, അങ്ങ് മുകളിലും ഉണ്ട്, ആ ഒരു ഭാഗത്തായിട്ടും ഉണ്ട്. എൻ്റെ അമ്മ, അവസാനം നമ്മൾ നടന്നിതാ വാട്ടർഫാളിൻ്റെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതൊരു മിനി വാട്ടർഫാൾ. ചമ്മോ, എന്തൊരു ഹൈറ്റിനാ വരുന്നു നോക്കണോ. നമ്മുടെ പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നതാ ഇവിടെയാണ്. നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് പോയി നോക്കാം. നല്ല തെന്നലുണ്ട്.
നോക്കി നടന്നില്ലെങ്കിൽ ഈ വീഴും എന്തായാലും. ഇവിടെ ചവിട്ടണം. ഇവിടെ എത്ര നേരം നിൽക്കാൻ പറ്റുമോ അത്ര നേരം നമ്മൾ ഇവിടുന്ന് നനയും. നല്ല ശക്തിയിൽ തന്നെയാണ് വെള്ളം വരുന്നത്. ഞങ്ങളിനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണ് കേട്ടാ. വേറെ ഒന്നുമില്ല, അവിടെ നിന്ന് സംസാരിക്കുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല, നല്ല ശബ്ദമല്ലേ. പിന്നെ ഈ ഒരു സമയത്ത് ഇനിയിപ്പോൾ ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ഏകദേശം ഇപ്പോൾ സമയം 4:50, 5 മണീൻ്റെ അടുത്ത് ആവാനായി. അപ്പോൾ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു പാർക്കിംഗ് ഏരിയ ഇല്ലേ, ആ ഒരു ഭാഗത്ത് ഇനിയിപ്പോൾ എത്തണം. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടേക്ക് വരിക കേട്ടോ. ഇതുവഴി തന്നെ ഇറങ്ങിപ്പോവാം. നേരത്തെ ഇവിടുന്ന് കയറി വരുമ്പോൾ കാണിച്ചൊരു വാട്ടർഫാള്, അത് എത്രയോ ഹൈറ്റിൽ നിന്ന് ഒഴുകി വരുന്നത് കേട്ടോ. നല്ല ശക്തി ഉണ്ട് ആ ഒരു വെള്ളത്തിന്. ഇനിയിപ്പോൾ ഈ ഒരു കാണുന്ന വഴിയാണ് നമുക്കിനിപ്പോൾ ഇറങ്ങി പോകാനുള്ളത്. നേരത്തെ തന്നെ കാട്ടി കുറച്ചും കൂടെ വെള്ളം കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കയറ് പിടിച്ചിട്ട് പോവാം, അല്ലാതെയും പോവാം. ഞങ്ങളങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു പാർക്കിങ്ങിൻ്റെ ഇവിടെ തന്നെ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി അതൊന്നുമില്ല. കാരണം നല്ലൊരു മഴ പിടിച്ചിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ആ ഒരു ആലക്കോട് ഭാഗത്തെത്തണം. ഇവിടെ ടിക്കറ്റ് എൻട്രി ഫീ ഒന്നുമില്ല, ആകെ ഒരു പാർക്കിങ്ങിൻ്റെ 20 രൂപ മാത്രമേ ഉള്ളൂ. അല്ല, ഭാവിയിൽ മിക്കവാറും ആൾക്കാർ വരുന്നതനുസരിച്ച് മിക്കവാറും മഴക്കാലത്ത് മാത്രമേ ഇവിടെ വെള്ളം ഉണ്ടാവുള്ളൂ കൂടുതൽ. ഭാവിയിൽ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ടൂറിസത്തിനുള്ള നല്ലൊരു എന്താ പറയാ ഒരു ഇടം തന്നെയാണ് നമ്മുടെ കാപ്പിമല. കാരണം എല്ലാ സ്ഥലങ്ങളും അങ്ങനെയാണല്ലോ ഉണർന്ന് ഇങ്ങനെ ഉദിച്ചു വരുന്നത്. ഇതെന്തായാലും നല്ലൊരു നിലയിൽ എന്തായാലും തുറപ്പ്. മഴ ഇപ്പൊ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പൊ പൈതൽ മലക്കൊക്കെ പോകേണ്ടവരാണെങ്കിൽ നേരെ ആ ഓട്ടോ പോകുന്ന വഴി പോയി കഴിഞ്ഞാൽ മതി. 5 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് പോകാൻ വേണ്ടി. ഞങ്ങളിപ്പോ ഇവിടെ നേരെ ആലക്കോടേക്ക് 7 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ആലക്കോട് ടൗണിലേക്ക്. ഈ കാണുന്നത് ബസ് സ്റ്റോപ്പ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു ബസ്സൊക്കെ പോകുന്നുണ്ട്, 1 2 3 ഉണ്ട് നിന്ന്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു KSRTC മാത്രമേ ഉള്ളൂ. അതാ മുകളിൽ ആ ടൗണിലോ നിർത്തിയിടാ. അതെ, അതിപ്പോ 1 കിലോമീറ്റർ മേളോട്ട് പോയി കഴിഞ്ഞാൽ എത്തും ആ ഒരു ജംഗ്ഷൻ. കാപ്പിമലയെന്നൊക്കെ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് ആലക്കോടിലേക്ക് എത്തിയിരിക്കുകയാണ്. ആലക്കോടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പള്ളിയാണിത്, സെന്റ് മേരീസ് ഫൊറേന ചർച്ച്. നമ്മുടെ ഈ പറയുന്ന റോഡിന്റെ സൈഡിൽ തന്നെ നമുക്ക് പോകുമ്പോൾ തന്നെ കാണാൻ വേണ്ടി പറ്റിയ ഒരു പള്ളി. നമ്മളുണ്ടല്ലോ ഇപ്പം മഴയൊന്നുമില്ലല്ലോ, ആ റെയിൻ കോട്ടൊക്കെ ഊരി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു അനുഗ്രഹമാണ് ആ ഒരു വാട്ടർഫാളിൻ്റെ അവിടെ എത്തുമ്പോൾ. മഴ എന്ന് പറഞ്ഞത് ഒന്നും തന്നെ ഉണ്ടായില്ല. പക്ഷെ നമ്മൾ ആലക്കോട് വഴിയൊക്കെ വരുന്ന സമയത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരുന്ന സമയത്തല്ല കൂടുതൽ കാഴ്ചകൾ ചിത്രീകരിക്കാൻ പറ്റാത്തത്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മൊബൈൽ പിടിച്ച് ചിത്രീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഞാൻ ആ കാപ്പിമല എന്ന് പറയുണ്ടായി നമ്മുടെ ബസ്സിനെ കുറിച്ചിട്ട്. ഞങ്ങളിപ്പോൾ അവിടുന്ന് കാപ്പിമല ആലക്കോടേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു പ്രൈവറ്റ് ബസ് കണ്ടിട്ടുണ്ടായിരുന്നു, ആലക്കോട് കാപ്പിമല പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയാണ്. അപ്പം ബസ് റൂട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ശരിക്കും ഇവിടത്തേക്ക് വരുവാണെങ്കിൽ പ്രൈവറ്റ് വണ്ടി എടുത്ത് വരുന്നതിന് ഏറ്റവും നല്ലത്. അതെ, അതും മഴക്കാലത്ത്. പിന്നെ ഈ ഒരു പ്രദേശം എനിക്ക് തോന്നുന്നു നമ്മുടെ ഉരുൾ പൊട്ടുന്ന ഒരു മേഖല ആവാൻ ചാൻസ് കാണുന്നുണ്ട്. കുറച്ച് ഡേഞ്ചർ ഹിൽ പ്ലേസ് ആണല്ലോ ഇതൊക്കെ. അതെ, ബസ്സൊക്കെ പോകുന്നുണ്ടല്ലോ. ഇരുട്ടി കരുവഞ്ചാല് റൂട്ടാണല്ലോ. ഇപ്പൊ തന്നെ 3 വണ്ടികൾ അടുപ്പിച്ച് പോയി. ഏത് ബസ്സല്ലേ? അല്ല, അത് അവിടുന്ന് ലോറി എടുത്ത് അല്ല KSRTC. ഇവിടെ വളക്കാൻ വേണ്ടി വന്നത് കേട്ടോ, KSRTC. അപ്പോൾ എന്താ പറയുക, ഒരു മഴക്കാല കാഴ്ചകളാണ്. ഇനിയും നമ്മുടെ നാട്ടിലത്തെ കുറച്ച് വീഡിയോകളൊക്കെ വരാൻ വേണ്ടി ഉണ്ട് കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വാട്ടർഫാൾ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കാഞ്ഞിരക്കൊല്ലിയൊക്കെ ഉണ്ട്. അതായത് അത് പറയണല്ലോ, നമ്മുടെ ഇവിടെയാണ് ഇപ്പം പൈതൽ മലേന്റെ കാര്യം പറഞ്ഞു. കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് പാലക്കന്തട്ടുണ്ട്, അത് അത്യാവശ്യം നല്ല രീതിയിൽ കാണണ്ട. അത് നമ്മുടെ ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഈ പറഞ്ഞ പറഞ്ഞ പോലെ കാഞ്ഞിരക്കൊല്ലി ഉണ്ട്, നമ്മുടെ ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ ഒരുപാട് എല്ലാം അടുത്തടുത്ത് അല്ല, അവിടെയൊക്കെ നമ്മൾ പോയി വീഡിയോ എടുത്ത് തന്നെയാണ് കേട്ടോ. അതെ, അതൊക്കെ കുറച്ച് വർഷങ്ങൾ നേരത്തെയാണ്. തീർച്ചയായും. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ ബൈ.